പ്രണയിക്കാത്തവരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചാണ്. ഗണേഷ് ചൂടേറിയ പ്രണയത്തിന്റെ ചൂടടയാളങ്ങൾ ചുട്ടടയാളങ്ങൾ കണ്ടു നോക്കൂ ബേസ്. ഇത്രയും പ്രണയാർദ്രമായ ജനസേവനം മാതൃകാവരം മാതൃകാവരം. പ്രണയം ഉണ്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങൾ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടോളൂ. എന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. അത് എന്നെ സഹായിക്കും. അത് മനുഷ്യത്വമാണ്, അത് ദൈവവിശ്വാസമാണ്. ഒന്നും മതി. എന്ത് പറയുമ്പോൾ എന്ത് പത്രത്തിൽ എന്ത് ചാനൽ പറഞ്ഞാൽ ഞാൻ മൈൻഡില്ല. എന്നറിയാം, എന്നെ ദൈവം രക്ഷിക്കും. യേശു എന്നോട് കൊണ്ട് ഞാൻ വിശ്വസിക്കാം. Father, forgive them, for they do not know what they are doing. പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും അലഞ്ഞു തിരിയുന്ന നമ്മൾ വഴിതെറ്റിക്കുന്ന സാത്താനെ ഓടിക്കാൻ ദൈവത്തെ മാത്രമേ കഴിയൂ. യേശു അത് ചെയ്യും. അവിടെ ഇല്ലാതിരുന്നപ്പോൾ ആ ബെഡ്റൂമിലേക്ക് വലിഞ്ഞു കയറി വന്ന ആ പെൺ സാത്താൻ ആരാണാവോ? വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ തട്ടി മാറ്റും. കാരണം നമ്മുടെ മുമ്പിൽ സാത്താൻ മാടി വിളിക്കാൻ ഓടിയാണ് അങ്ങോട്ട്. കൊള്ളാവല്ലോ മന്ത്രി, ഉള്ള വൃത്തികേടുകളെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം എനിക്കാണോ പഴി? അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ? 3.5 കോടി മലയാളികളുടെ കണ്ണും കമ്പയറുമാണ് ഈ കുടുംബത്തെ തകർത്ത് കളഞ്ഞത്. അല്ലാതെ അവിഹിതമോ അനാശാസ്യമോ ഒന്നുമല്ല. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാനൊരു കുറച്ച് ദിവസത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇതല്ലായിരുന്നല്ലോ പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാൻ വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാം. ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. മഹാത്മാഗാന്ധി വിടുന്നില്ല, പിന്നെ അന്ന് പാവപ്പെട്ട എന്നെ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. താരതമ്യപ്പെടുത്തുന്നവരുടെ നീണ്ട നിര കണ്ട് ഞെട്ടല്ലേ? വാജ്പേയിയുടെയും നെഹ്റുവിന്റെയും മുഖമൊന്നും സ്നേഹിക്കാൻ പോയിട്ട് ഇമാതിരി പിഞ്ഞാണം ഞണക്കുന്ന പോലെ ആരും ഞണക്കിയിട്ടില്ല, ചപ്പിച്ചടക്കി വെച്ചിട്ടില്ല. ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. 24 മണിക്കൂറിനകം അവരുടെ ശത്രുവിന്റെ തന്ത്രങ്ങളെല്ലാം മാറി അവർ സമാധാനത്തോടെ ഐക്യതയോടെ ജീവിക്കാൻ തീരുമാനിച്ചു. പ്രണയമേ കലഹമേ നിന്റെ പേരു ദാമ്പത്യം.